വിവിധ നമുക്ക് ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഡീറ്റെയിലേക്ക് നമുക്ക് പോകാം. എന്തായാലും അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നുള്ള സാധ്യതകളും സൂചനകളുമാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. അങ്ങനെ 20 മണ്ഡലങ്ങളിലും മിന്നുന്ന പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി മുന്നണികൾ കളത്തിലേക്ക് നിറയുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട്. മന്ത്രിസഭയിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നുണ്ട്. മുൻമന്ത്രിമാർ തോമസ് ഐസക് പത്തനംതിട്ട, VS സുനിൽകുമാർ തൃശ്ശൂർ, KK ശൈലജ വടകര. മുൻമന്ത്രിമാരുടെ ഗണത്തിൽ ഇത്രയും പേരുടെ പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. നിലവിൽ MLA ആയ മുകേഷ് കൊല്ലത്ത് ഒരുപക്ഷെ LDFന് വേണ്ടി മത്സരിച്ചേക്കാം എന്ന സൂചന ലഭിക്കുന്നുണ്ട്. BJPയുടെ ഇപ്പോൾ നമ്മൾ നിലവിൽ കേട്ട പേരുകൾ, ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പേരുകൾ ഇതാണ്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ, അവരുടെ A ക്ലാസ് മണ്ഡലമാണ് തൃശ്ശൂരിൽ. സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മതി, അത് ഉടൻ തന്നെ ഉണ്ടാകും. വി മുരളീധരൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട്. PC ജോർജിന്റെ പേരാണ് പത്തനംതിട്ടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത്. അനിൽ ആന്റണി അടുത്തിടെ BJPയിലേക്ക് വന്ന AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എറണാകുളത്തോ കോട്ടയത്തോ സ്ഥാനാർത്ഥി അയക്കുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് സർപ്രൈസ് മണ്ഡലമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം ആരാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചർച്ചകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കോട്ടയത്തേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസ് ജോസഫ്, കേരള കോൺഗ്രസ് മത്സരം 79-ന് ശേഷം ചരിത്രത്തിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് കളം നിറയുന്നു. ഫ്രാൻസിസ് ജോർജിനെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ജോസഫ് വിഭാഗം. തോമസ് ചാഴിക്കാടൻ സിറ്റിംഗ് MP ആണ്, ജോസ് വിഭാഗത്തിന്റെ MP ആണ്. കഴിഞ്ഞ തവണ UDFനൊപ്പമാണ്, പക്ഷേ ഇത്തവണ കളം മാറുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 18 സീറ്റുകൾ UDFന് സ്വന്തമാക്കാൻ 2019 കഴിഞ്ഞു. ഇനി ആലപ്പുഴയിൽ പറയുന്ന ഒരു പേര് KC വേണുഗോപാൽ നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ്. അവിടെ നിന്നും കേരളത്തിലേക്ക് കളം മാറ്റുമോ? 2024 ആലപ്പുഴയിൽ നിന്നും മത്സരിക്കുമോ KC വേണുഗോപാൽ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കണ്ണൂരിൽ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ KPCCയുടെ ഭാരവാഹി K ജയന്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം കണ്ണൂരും ആലപ്പുഴയും ഈ 2 സ്ഥലങ്ങളിലായിരിക്കും പുതിയ സ്ഥാനാർത്ഥികളെ തേടുന്നത്. കണ്ണൂരിൽ നിലവിലെ MP KPCCയുടെ അധ്യക്ഷൻ അനാരോഗ്യം മൂലം മാറി നിൽക്കാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയെങ്കിൽ പറയപ്പെടുന്ന പേര് ഏറെക്കുറെ ഉറപ്പിക്കുന്നത് K ജയന്തിന്റെ പേരാണ്. LDFിലേക്ക് വരുമ്പോൾ അവിടെ KK ശൈലജയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, PK ശ്രീമതിയുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, PP ദിവ്യ CPM, ഇങ്ങനെ പ്രമുഖരുടെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. നമുക്കതിൻ്റെ ഗ്രാഫിക്സ് കാർഡ് ഉടൻ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിഥികളിലേക്ക് പോവുകയാണ്. 2 പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നത്. ശ്രീ N ശ്രീകുമാർ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം M ജയചന്ദ്രൻ എന്നിവരാണ്. ശ്രീകുമാർ, എന്തായാലും 2019 ഒരു പൊതു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ അന്ന് കേന്ദ്രത്തിലും BJP, കേരളത്തിൽ LDF ആണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റ് എന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടം 2020 അരികെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ 2024 വരുമ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ വിയർക്കേണ്ടി വരുന്നത് കോൺഗ്രസിനായിരിക്കും. കാരണം ഒന്നുപോലും സീറ്റ് കുറയാൻ പാടില്ല. അതൊരു ബലാബലത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ഇപ്പോൾ സിറ്റിംഗ് MPമാർ അവരുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, അവർ കാഴ്ചവെച്ച രാഷ്ട്രീയമായും അല്ലാതെയുമായിട്ടുള്ളൊക്കെയുള്ള ഇടപെടലുകൾ എല്ലാം ചർച്ചയാകും. അതുകൊണ്ട് കോൺഗ്രസിന്റെ സംബന്ധിച്ചോളം എത്രത്തോളം ഒരു പൊരിഞ്ഞ പോരാട്ടം അല്ലെങ്കിൽ വിയർക്കേണ്ടി വരുന്ന മണ്ഡലങ്ങൾ ഏതെന്നാണ് അങ്ങ് ഗണിക്കുന്നത്? പ്രതീക്ഷ ഒരു തിരഞ്ഞെടുപ്പില് നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പഴയ കാലത്തൊക്കെ സ്ഥാനാർത്ഥിയുടെ ഒരു മുഖവും അതുപോലെ മറ്റു നേട്ടങ്ങളും ഒക്കെ വിലയിരുത്തിയിരുന്നു. ഇന്ന് അതിനേക്കാൾ ഉപരി ജനം വിലയിരുത്തുന്നത് മുന്നണികളെയും രാഷ്ട്രീയ പാർട്ടികളെയുമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നത് ആരാണ്, ജനങ്ങളെ പരിരക്ഷിക്കാത്ത ആരാണ് എന്ന് വ്യാപകമായ പ്രചരണം ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ LDF, UDFും BJPയും തമ്മിൽ മത്സരിക്കുമ്പോൾ രാഷ്ട്രീയമായ വിലയിരുത്തലുകളും ഭരണപരമായ വിലയിരുത്തലുകളുമാണ് നടക്കുക. പഴയ കാലത്തെ പോലെ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്നവർ കുറച്ചു പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്ഥാനാർത്ഥി നിർണയം പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമുള്ളൂ. അതാണല്ലോ ജയസാധ്യത എന്നീ കക്ഷികൾ പറയുന്നത്. അതവർ നോക്കും, ആരെങ്കിലും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കില്ല എന്നർത്ഥം. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നത്, ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന് വിയർക്കേണ്ടി വരില്ല. പക്ഷേ 2-3 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് നന്നായി വിയർക്കേണ്ടി വരും. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് അത്ര വിയർക്കേണ്ടി വരില്ല. പക്ഷേ
നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അറിയുന്ന പാർട്ടികളാണ് എല്ലാതും. അതുകൊണ്ട് നന്നായിട്ട് അവർക്ക് പശ്ചാത്തലം ഒരുക്കേണ്ടി വരും എന്നുള്ളതായിട്ട് സംശയമില്ല. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെങ്കിലും ജനങ്ങളുടെ മനസ്സിലുള്ളത് അവർ നിത്യേന കാണുന്ന കേരള ഗവൺമെന്റിനെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ മുന്നിൽ ആദ്യം വരുന്ന എന്താണ്? LDF നാളെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ നിങ്ങൾ കേരളത്തിലെ കാര്യം നോക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ല, പിന്നെ നിങ്ങൾ ഡൽഹിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ എന്നൊരു ചോദ്യം വരും. അത് UDFനും കോൺഗ്രസിനും അനുകൂലമാകും. മറിച്ച് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് എങ്ങനെ കഴിഞ്ഞ തവണ വളരെ ഭാഗ്യം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാവുന്ന ജയിച്ച ചില മണ്ഡലങ്ങളുണ്ട്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ ഇത്തവണ ഒരുപക്ഷെ സ്ഥാനാർത്ഥികളുടെ ആ ഒരു മുൻകാല ചെയ്തികളൊക്കെ പരിശോധിച്ചെന്നിരിക്കും. പക്ഷെ അവിടെയും അപ്പോഴും വോട്ടർമാരുടെ മനസ്സിൽ ഈ ചിന്ത കടന്നു വരും. എന്ത് ചിന്ത? സപ്ലൈകോ, റേഷൻ കട, ശമ്പളം, പെൻഷൻ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കടന്നു വരും. ഇതൊക്കെ ഓരോ വിഭാഗത്തെ ബാധിക്കുക. മുഖ്യമായൊരു പ്രശ്നമുണ്ട്, യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ, പിൻവാതിൽ നിയമനം. അപ്പൊ ഇതൊക്കെ ആ സമയത്ത് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും. അതിനൊക്കെ ഉത്തരം പറയാൻ LDFന് കഴിയില്ല. ഇപ്പൊ നിങ്ങൾ അവരിന്ന് ഡൽഹി സമരം ചെയ്തത് തന്നെ നമ്മൾ വിഷയമല്ലാത്തതിനെ കടക്കുന്നില്ല. ഡൽഹി സമരം ചെയ്തത് തന്നെ എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ 7 വർഷമായില്ലേ ഭരിക്കുന്നു? ഈ 8ാമത്തെ വർഷത്തിനാണോ സമരം തോന്നിയത്? കർണാടക ഗവൺമെന്റ് 1 വർഷം കൊണ്ട് 5 വാഗ്ദാനങ്ങൾ നടപ്പാക്കിയിട്ടാണ് ഡൽഹി സമരത്തിന് പോയത്. ഇവിടെ 5 വർഷത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കിയാക്കിയിട്ടാണ് സമരത്തിന് പോയത്. അപ്പൊ ഇതൊക്കെ ജനം വിലയിരുത്തും. അപ്പൊ രാഷ്ട്രീയമായ വിലയിരുത്തലായിരിക്കും ഇത്തവണ നടക്കുക. അവിടെ സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ തൃശ്ശൂർ ഈ പല മണ്ഡലങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ അതിന്റെ ഓരോ മണ്ഡല ബേസിലുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ ചാർട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കൊല്ലമായാലും പത്തനംതിട്ടയായാലും അവിടെയൊക്കെ മികച്ച രീതിയിൽ ഒരു എത്ര മണ്ഡലങ്ങൾ UDF ഈ MP-മാരുള്ള മണ്ഡലങ്ങളിലൊക്കെ തികഞ്ഞ മേൽക്കൈ നേടാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ LDFന് ആയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം, ഈ BJPയുടെ ഈ ഒരു ഇളക്കിയുള്ള ഈ ഒരു പ്രചരണ രീതികൾ അവർ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെയും അല്ലെങ്കിൽ അതിനപ്പുറത്തൊന്നും കാണാത്ത രീതിയിൽ പോലും കേന്ദ്രമന്ത്രിമാർ, പ്രധാനമന്ത്രിയൊക്കെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണം നടത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ ഈ 20 അല്ലെ 19 സീറ്റുകളിൽ കുറച്ചെങ്കിലും കുറയ്ക്കുക, അതാണ് BJPയുടെ പൊതുവായിട്ടുള്ള ഒരു നയത്തിന്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ അതൊക്കെ ഏതർത്ഥത്തിൽ ബാധിക്കും? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പല അടിയൊഴുക്കുകളും മാറിയിട്ടുണ്ട്, പല രീതിയിലുള്ള ഘടകങ്ങളായി അത് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജാതിപരമായിട്ടുള്ളതായാലും അല്ലെങ്കിൽ അതൊക്കെ ഒരു നമുക്ക് ഒരു രത്നച്ചുരുക്കമായി അങ്ങേക്ക് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ. അല്ല, ഒരുപാട് ഘടകങ്ങൾ സ്വാധീനിക്കും. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തപ്പോൾ നമ്മളതിലൊരു ഘടകമായിട്ട് പറഞ്ഞത് സഹതാപമാണ്. അത് തരംഗം എന്നൊക്കെ പറഞ്ഞാലും അതൊരു ഘടകമായിട്ട് മാറും. അതുപോലെ ഒരുപാട് ഘടകങ്ങൾ ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും വരും, ഇവിടെയും വരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും ആ സ്ഥാനാർത്ഥികളുടെ മികവ് നോക്കുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അടിസ്ഥാന ഘടകത്തെ ഈ മുന്നണികളുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന കാര്യം പറയാൻ കാരണം, ഇത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ മൊത്തം കേരളത്തിലെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ ദേശീയ തലത്തിലാണെങ്കിൽ കോൺഗ്രസ് ആണ് ഒരു NDAയുടെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ആണ്. ആ ഇന്ത്യ മുന്നണി നേതൃത്വം നൽകുമ്പോഴും കേരളത്തില് CPM ആ കോർ കമ്മിറ്റിയിലില്ല. മാത്രമല്ല ഇവിടെ മുഖ്യ മത്സരം LDF UDF ആണ്. അപ്പോൾ അവിടെ പ്രതീക്ഷ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, ഈ അടിയൊഴുക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഈ അടിയൊഴുക്കുകൾക്ക് നിങ്ങൾ എന്താ ഒരു ഘടകം പറയൂ, എന്ത് അടിയൊഴുക്കാൻ ഉണ്ടാകുന്നത്? നമ്മൾ സാധാരണ പറയാറുള്ളത് ഈ ജാതി ചിന്തയെക്കുറിച്ചാണ്. ഇവിടെ ആകപ്പാടെ ഉള്ളത് ഒരു ശ്രീരാമക്ഷേത്രത്തിന്റെ നിർമ്മിതി മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു ഹിന്ദു എന്ന് പറയുന്നത് ഒരു ശരാശരി ഹിന്ദുവാണ് നമ്മുടെ കേരളത്തിലെ. അദ്ദേഹത്തെ ആ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തോടൊപ്പം തന്നെ മതേതര ചിന്തയെ കൊണ്ട് നടക്കുന്നവരാണ്. അതല്ലാതെ കുറച്ച് കൂടുതൽ വിശ്വാസമുള്ള ഉള്ളവരുണ്ട്, ഞങ്ങൾക്ക് മാത്രമേ എന്തേ ഇല്ലാത്തു എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ചില മണ്ഡലങ്ങൾക്ക് പെട്ടെന്ന് എടുത്തു പറഞ്ഞിട്ട് അവിടുത്തെ MP-മാരെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ആ ഒരു മേന്മയെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ആണ് ഈ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ മേന്മ ഇല്ലെങ്കിലും അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുണ്ട്. കാരണം ഈ MP ഒരു പ്രശ്നക്കാരനാണെങ്കിൽ, പക്ഷെ അപ്പുറത്ത് വരുന്ന പാർട്ടിയും മുന്നണിയും അതിലും വലിയ ദ്രോഹം ഞങ്ങളോട് ചെയ്തെങ്കിൽ പിന്നെ ആർക്ക് വോട്ട് ചെയ്യും? പിന്നെ മൂന്നാമതൊരാൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ചിന്ത വരും. അവിടെയാണ് പ്രതീക്ഷ പറഞ്ഞ BJPയുടെ ചിന്ത. BJP അവർ 6 മണ്ഡലങ്ങളിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവരെ 2 വർഷമായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
അതെ, ഒരുപാട് പേരെ അവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അവരുടെ പ്രവർത്തനം വളരെ വിപുലമാണ്. കാണാതിരുന്നിട്ട് കാര്യമില്ല. കാരണം BJP നേതാക്കളെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവരുടെ കേന്ദ്രത്തിന്റെ ഭരണ നേട്ടങ്ങൾ മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ചെയ്യാത്തതാണ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ അരി വിൽക്കാൻ ശ്രമിക്കുന്ന 29 ഒരു കിലോയ്ക്ക് 20, അതൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ അപ്പോഴും ഇത് കേരളത്തിലൊരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ചിന്തയുണ്ട്. ആ രാഷ്ട്രീയ ചിന്തയ്ക്ക് ഇതുവരെ BJPക്ക് ഇടം കൊടുത്തിട്ടില്ല ഇവരെ. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല് BJPയുടെ ഒരു നയം എന്ന് പറയുന്നത് അത് ഒരു മുന്നണി രാഷ്ട്രീയത്തിന് ചേർന്ന നയമല്ല. ഒന്നുകിൽ അവരൊരു തീവ്ര ഹിന്ദു നിലപാട്, അതല്ലെങ്കിൽ ഒരു തീവ്ര ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾ. ഇത് രണ്ടും കൂടെ അവർ ദിവസവും കാണുകയാണ്. ഞാൻ ശ്രീ എം ജയച്ചനിലേക്ക് വരാം. ശ്രീ ജയച്ചൻ, എന്തായാലും ഞാൻ നേരത്തെ കോൺഗ്രസ് എന്നാണ് പറഞ്ഞത്. യു.ഡി.എഫിന്റെ നോക്കുമ്പോൾ കഴിഞ്ഞ 2019 15 സീറ്റ് കോൺഗ്രസ് മത്സരിക്കുന്നു. 2 ഇടത്ത് കോൺഗ്രസ് നേടുന്നു, 2 ഇടത്ത് ലീഗ്, 1 RSP. അതിൽ അന്ന് ചാഴിക്കാടൻ അന്ന് യു.ഡി.എഫിന്റെ ഭാഗമായിരുന്നു. കോട്ടയത്ത് പക്ഷേ ഇപ്പോൾ സ്ഥിതി ഇപ്പോൾ മൊത്തം 18. അപ്പോൾ ഇത്തവണ LDFിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും കാരണം സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടി ആയി മാറുകയാണ്. ദേശീയതലത്തിലുള്ള ഈ പ്രകടന പത്രികയുടെ അല്ലെങ്കിൽ പ്രകടനങ്ങളുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രകടനത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി അത് മാറിയേക്കാം. കാരണം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ സമയത്തും അങ്ങനെ ഒരു പ്രഖ്യാപനം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും അതൊക്കെ സ്വാഭാവികമായും ജനം ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരുപാട് കടമ്പകൾ LDFിനെ സംബന്ധിച്ചോളം ഉണ്ട്, പൂർത്തീകരിക്കേണ്ടതുണ്ട്. അപ്പോഴും ആരെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ 18 സീറ്റുകളിൽ നിന്നും ഒന്നെങ്കിലും അല്ല അതിന് പരമാവധി പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത് അങ്ങേയറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മികവുറ്റ സ്ഥാനാർത്ഥികൾ തന്നെയാകണം. അതൊരു വെല്ലുവിളിയാണോ LDFിനെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം? പ്രതീക്ഷ അല്ല എന്നാണ് എനിക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നേരിട്ട് പറയാൻ പറ്റുന്ന മറുപടി. കാരണം കഴിഞ്ഞ 2019 പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ഉം LDF-ഉം കരുതിയതുപോലെ അല്ല റിസൾട്ട് ഉണ്ടായത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ റിസൾട്ട്. പിന്നീട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് പല ഘടകങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് വന്ന ചില കാര്യങ്ങൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു വലിയ പൊതുവികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒരുപോലെ രൂപപ്പെട്ടൊരവസ്ഥ. പിന്നെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് NSS എടുത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട്, LDF സ്ഥാനാർത്ഥികൾ തോൽപ്പിക്കപ്പെടണം എന്ന് തന്നെയായിരുന്നു NSSന്റെ നിലപാട്. ആ നിലപാട് വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കും എന്ന് LDF നേതൃത്വം അന്ന് കരുതിയിരുന്നില്ല. പക്ഷെ അതും തോൽവിയെ വളരെയധികം തോൽവിയുടെ ഈ ആഴം കൂട്ടിയതിന്റെ ഒരു ഘടകം അതും കൂടെയാണ്. പക്ഷെ അവിടെ ആ താങ്കൾ ചോദിച്ച ചോദ്യമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഒരു പ്രശ്നമായിരുന്നില്ല ഒരു മണ്ഡലത്തിലും കണ്ടിരുന്നത്, അതായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ 2024 വരുമ്പോഴേക്ക് 2019 നിന്ന് വളരെ വ്യത്യസ്തമാണ് 2024 സാഹചര്യം. മുന്നണിയുടെ സാഹചര്യങ്ങളിലും ഒക്കെയുണ്ട്. കേരളത്തിലെ വോട്ടർമാർ എന്ന് പറയുന്നത് നമുക്ക് മെച്യൂർഡ് വോട്ടർമാർ എന്ന് തന്നെ പറയാവുന്ന വോട്ടർമാരാണ് കേരളത്തിലെ വോട്ടർമാർ. അതുകൊണ്ട് തന്നെ ഈ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തിനെ മാത്രം ബാധിക്കുന്ന കാര്യമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റിന്റെ കാര്യമായിട്ടും തന്നെയാണ് നമ്മുടെ മെച്യൂർഡ് വോട്ടർമാർ കരുതുന്നതും വോട്ട് ചെയ്യുന്നതും. പിന്നെ അത് അക്കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് വരിക. ഇപ്പോ പിന്നെ ഈ ഒറ്റയടിക്ക് എടുത്തു നോക്കിയാൽ തങ്ങളുടെ ചോദ്യം ഏതൊക്കെ സ്ഥാനാർത്ഥികളാകും എന്നുള്ളതാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചത് നമുക്കിപ്പോൾ ചില ഒട്ടുമിക്ക മണ്ഡലങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള നേതാക്കൾ മത്സരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കുകയും അവർ സിറ്റിംഗ് സീറ്റായി വെക്കുകയൊക്കെ ചെയ്ത മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ LDFിനെ സംബന്ധിച്ചോളം CPMനെ സംബന്ധിച്ചോളം നല്ല അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി അവിടെ അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ CPയുടെ മണ്ഡലമാണ്. CPയെ സംബന്ധിച്ചോളം ഒരു വല്ലാത്തൊരു പ്രതിസന്ധി അവരെ സംബന്ധിച്ചോളം ഒരു ഫസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ കൊടുക്കാനില്ല. കൊല്ലത്തേക്ക് വരാം. കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈറ്റില്ലമാണ് CPMന്റെ. എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കൂ. അപ്പോൾ ഈ കരുനാഗപ്പള്ളി വെച്ചൊക്കെയുള്ള മണ്ഡലങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള സ്ഥിതി നോക്കണം. അപ്പോൾ CPMന് അനുകൂലമായിട്ടുള്ള, പക്ഷേ ലോക്സഭയിലേക്ക് വരുമ്പോൾ NK പ്രേമചന്ദ്രന് എതിരായി ഒരു മുഖത്തെ അവതരിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള പലവിധ ചർച്ചകളിലേക്ക് പോകേണ്ടി വരുന്നു. പക്ഷെ അതേസമയം ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ സംവരണ മണ്ഡലങ്ങളൊക്കെ ഉണ്ട്. ആലത്തൂരിലേക്ക് നോക്കുമ്പോൾ ആലത്തൂരിലേക്ക്
വേറെ ഇവിടെ ഇപ്പോൾ ഏകദേശം പറഞ്ഞു കേൾക്കുന്നത് കെ രാധാകൃഷ്ണന്റെ പേര് സംവരണ മണ്ഡലങ്ങളൊക്കെ ഉള്ള മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ഈ ഇവിടെ മാവേലിക്കര നോക്കിയാൽ പോലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചില മണ്ഡലങ്ങളിലുണ്ട്. അതൊക്കെ ഒരു ദുർബലതയായി CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ മുന്നിലുണ്ടോ ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് മണ്ഡലങ്ങളുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ ദൗർബല്യമായിട്ട് കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വ്യക്തമായിട്ട് അത് തന്നെയാണ് നിലപാടും. പക്ഷേ ഇപ്പോ താങ്കൾ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു. ബി ജെ പി ആണ് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത്. എവിടെ? തിരുവനന്തപുരത്ത്. ശശി തരൂരിന് തൊട്ട് പിന്നാലെ BJP സ്ഥാനാർത്ഥിയാണ് നമ്മുടെ വന്നിരിക്കുന്നത്. 31.3% വോട്ടുണ്ട് അവിടെ BJPക്ക്. പക്ഷേ BJP പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേന്ദ്രീകരിക്കുന്ന എവിടെയാണ്? തൃശ്ശൂരാണ്. അത് കാര്യം വേറെയാണ്. താങ്കൾ കൊല്ലത്തിന്റെ കാര്യം പറഞ്ഞു. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി പ്രേമേന്ദ്രന്റെ വിജയത്തിന്റെ ഘടകങ്ങളും മറ്റു പലതുമുണ്ട്. അതിവിടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും താങ്കൾക്കത് ഏതാണ്ട് ധാരണ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. മറ്റു പല ഘടകങ്ങളും ഉണ്ട്. അവിടേക്ക് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇത്തവണ ഏതായാലും ക്ഷാമമില്ല എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ മാവേലിക്കരയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഇവിടെ കാണിക്കുന്നത് ഏതായാലും കൊല്ലത്ത് മുകേഷ് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പകരം ശ്രീ ജയചന്ദ്രൻ മുകേഷിന്റെ പേര് ഒരു ഓപ്ഷനായി വരുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വെക്കാൻ കഴിയുന്നത്, കാരണം നമ്മളൊക്കെ സംബന്ധിച്ചോളം അങ്ങേരി വരും മാധ്യമപ്രവർത്തകരാണ്, അനുമാനങ്ങൾ നടത്താം. കാരണം രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കാകുമ്പോൾ പരിമിതികളുണ്ട്. അങ്ങനെ ഒരു ഓപ്ഷനൊന്നും പറയാൻ കഴിയില്ല. താങ്കളെ സംബന്ധിച്ചോളം താങ്കളുടെ ഇത്രയും വർഷത്തെ ഒരു മാധ്യമപ്രവർത്തനത്തിന്റെയും ഈ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചൊക്കെയുള്ള അതിന്റെ റിപ്പോർട്ടിംഗ് പരിചയമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ കൊല്ലത്തിന്റെ ഒരു പൊതു സ്വഭാവം വെച്ച് LDF-നെ സംബന്ധിച്ചോളം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ആരായിരിക്കാം? ഞാൻ കരുതുന്ന ഐഷ പോറ്റിയാണ് നല്ലൊരു ഷുവർ ബെറ്റായിട്ട് LDF-നെ അവതരിപ്പിക്കാൻ, CPM-നെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് കൊല്ലത്ത് എന്നാണ് എൻ്റെ ഒരു ധാരണയും അറിവും. അതാണ് മുകേഷിനെക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കൊല്ലത്ത് അവതരിപ്പിക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാർഡിൽ കാണിച്ചിട്ടുള്ള മാവേലിക്കരയിലെ അരുൺകുമാർ, ശരിയാണ്, അരുൺകുമാർ തന്നെയാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ഇദ്ദേഹത്തിനാണ്, ഐസക്കിനാണ് കൂടുതൽ സാധ്യത. അതേസമയം തൃശ്ശൂരിൽ CPI-യുടെ സീറ്റിൽ സുനിൽകുമാറിന് സാധ്യതയുണ്ട്. അതേസമയം BJP-യില് PC ജോർജ് വേണോ കുമ്മനം രാജശേഖരൻ വേണോ പത്തനംതിട്ടയിൽ എന്നുള്ള വലിയ തർക്കം ആഭ്യന്തര പ്രശ്നമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ കൊടിക്കുന്നിൽ സുരേഷ് PC ജോർജിനെ ഒരു വേള കോട്ടയത്തിലേക്കൊക്കെ ചർച്ച വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിന്ന് കൊടുക്കില്ല. അപ്പോൾ PC പറയുന്നത് ഏറ്റവും ആപ്റ്റായിട്ടൊരു മണ്ഡലം ഒരു പത്തനംതിട്ട. എന്തായാലും അത് പക്ഷേ നല്ലൊരു ചർച്ചയ്ക്ക് വിധേയമാക്കിയായിരിക്കും BJP ചെയ്യുക. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ എന്തായിരിക്കാം? കാരണം ഏറ്റവും കൂടുതൽ അങ്ങ് പറഞ്ഞതുപോലെ ഫോക്കസ് ചെയ്യപ്പെടുന്ന BJP ഫസ്റ്റ് ഓപ്ഷൻ അവർക്ക് സ്ഥാനാർത്ഥിയെ പേര് ലിസ്റ്റിലുള്ളത് സുരേഷ് ഗോപി തന്നെയാണ്. ഫസ്റ്റ് മണ്ഡലവും അത് തന്നെയാണ്. അവിടെ എന്തായിരിക്കാം ഒരു ടാക്ടിക് നിലപാട് LDF-ഉം സ്വീകരിക്കുക, UDF-ഉം സ്വീകരിക്കുക? എങ്ങനെ, ഏത് വഴിക്ക് സഞ്ചരിക്കേണ്ടി വരും? അല്ല, BJP ജയിക്കാതിരിക്കാൻ ഞാൻ കരുതുന്നത് BJP ജയിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട അജണ്ട ആയിട്ട് ഫൈനൽ ഫേസിൽ വരാൻ പോവുക. സുരേഷ് ഗോപി ആ സ്ഥാനാർത്ഥി എന്നിരിക്കട്ടെ, ആ ഒരു അസംഷൻ തന്നെ പറയാം. ഇപ്പോഴത്തെ നിലവിലുള്ള MP സുനിൽകുമാർ, സുരേഷ് ഗോപി, ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് വിന്നിംഗ് എഡ്ജിൽ നിൽക്കുന്നത് കണ്ടാൽ LDF-ഉം UDF-ഉം ക്രോസ് വോട്ടിംഗ് നടത്തും. അതെങ്ങനെ വേണമെന്നുള്ള അവർ തീരുമാനിച്ചോളൂ ആ സമയത്തേക്ക് എന്ന് വിചാരിക്കുന്ന, അന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ അവിടെ സുരേഷ് ഗോപി ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് കളം മാറി നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ നൈതിക പ്രശ്നമുണ്ട്. അതിന്റെ എന്ത് നൈതികത അതിനകത്തുള്ളത്? ഇതിപ്പോ ആദ്യത്തെ കാര്യമൊന്നുമല്ലല്ലോ, നൈതികത പ്രശ്നമൊന്നുമല്ല. BJP-ക്ക് കേരളത്തിൽ അവസരം കൊടുക്കാതിരിക്കാനുള്ളത് LDF-ന്റെ UDF-ന്റെ ഒരേപോലുള്ള വാശി തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ പല ഘട്ടങ്ങളിലും പല ഇന്നർ പാർട്ടി പൊളിറ്റിക്സിലൊക്കെ ഉണ്ടാവും. ആരോപണം പ്രത്യാരോപണം ഉണ്ടാവും. പക്ഷെ BJP ജയിക്കാൻ വിടാതിരിക്കുക എന്നുള്ളതിൽ തന്നെയാണ് രണ്ട് മുന്നണികളുടെയും നേതാക്കന്മാരുടെ ഊന്നൽ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് അവിടെ ഒരു ജയം എന്നുള്ളതിലേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോ പ്രതീക്ഷ, ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് സുരേഷ് ഗോപി, തിരുവനന്തപുരംകാരനായ സുരേഷ് ഗോപി എന്തുകൊണ്ട് 31% വോട്ടിലെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ നോക്കുന്നില്ല? അദ്ദേഹം എന്തിനാണ് അങ്ങോട്ട് തൃശ്ശൂരേക്ക് വരുന്നത്? ആ ഒരു ചോദ്യം ആരും ചോദിക്കുന്നില്ലല്ലോ. അതും ചോദിക്കണ്ടേ? അവിടെ വന്ന പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ല.
എന്നുള്ളത് പിന്നെ അവിടുത്തെ LDF സമ്മതിക്കും. അപ്പൊ അത്തരത്തിൽ പുള്ളി ഒരു അനിഷേധ്യ പിന്നെ ബിംബമായി വോട്ടർമാർക്കിടയിൽ മാറിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി. അതിനെ മറികടക്കാനായിട്ട് LDF-നോ BJP-ക്കോ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ഉള്ള കാര്യം ഉള്ള പോലെ നമ്മൾ കാണുകയും പറയുകയും വേണ്ട. അതുകൊണ്ട് കോട്ടയത്തെ ഒരു മത്സരം, കോട്ടയത്ത് ഭയങ്കര രസകരമായ ഒരു മത്സരത്തിലേക്കാണ്. കാരണം കേരള കോൺഗ്രസും തമ്മിൽ ഒരു ഫൈറ്റിലേക്കാണ്. താങ്കളുടെ മാധ്യമ പ്രവർത്തന ചരിത്രത്തിലൊക്കെ നോക്കുമ്പോൾ അത് അവിടെ ഒരു അവിടെ കാര്യമൊന്നുമില്ല. അവിടെ കാര്യമൊന്നുമില്ല. അവിടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് എന്താണ് പിന്നെ ഈ തോമസ് ചാഴികാടനെ പിന്തുണയ്ക്കുന്നവരുടെ രാഷ്ട്രീയമായിട്ടല്ല ഞാൻ പറയുന്നത്. കോട്ടയം മണ്ഡലത്തിന്റെ പ്രാധാന്യം, അവിടുത്തെ പിന്നെ മതപരവും സാമൂഹികവുമായ ചലന നിയമങ്ങൾ വേറെ ചിലതാണ്. അത് നമുക്കറിയാമല്ലോ. രാഷ്ട്രീയത്തിനുപരിയായിട്ടാണ് അവിടുത്തെ സാമൂഹിക ചലന നിയമങ്ങൾ എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പിന്നെ ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥിയുടെ തലപ്പൊക്കമല്ല നിർണ്ണയിക്കുന്നത്. ഈ പറയുന്ന സാമൂഹിക ചലന നിയമങ്ങളുടെ അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാന നിർണായകത്വമായി വരാൻ പോകുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കേട്ടോ, ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീകുമാർ അങ്ങ് തൃശ്ശൂർകാരനാണ്. തൃശ്ശൂരിന്റെ സ്പന്ദനങ്ങളൊക്കെ അറിയാവുന്ന വ്യക്തിയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചോളം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ആരായിരിക്കാം, അവിടെ VS സുനിൽകുമാറിന്റെ പേരായിരിക്കാം എന്തായാലും ഒരു തീർച്ചപ്പെടുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സിറ്റിംഗ് MP TN പ്രതാപനെ സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ പല എതിരഭിപ്രായങ്ങളൊക്കെ മണ്ഡലത്തിൽ പാർട്ടിക്കാരോട് പോലും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം സജീവ സാന്നിധ്യമായി മാറിയിട്ടില്ല എന്നൊക്കെയുള്ള പരിമിതികളും പരിഭവവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വരവ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നു. RSS സംവിധാനം നല്ല രീതിയിൽ വർക്ക് നടത്തിയിരിക്കുന്നു. പ്രകടമായി തന്നെ പ്രധാനമന്ത്രി അവിടേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നു. എന്താണ് അങ്ങയുടെ അവിടുത്തെ കാഴ്ച? തിരഞ്ഞെടുപ്പിനായി കച്ചമുറുക്കി മുന്നണികൾ എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. N. ശ്രീകുമാർ, നമ്മൾ ചോദിച്ചത് 2 മണ്ഡലങ്ങൾ, ഒന്ന് തൃശ്ശൂരും കോട്ടയവും ചുരുക്കി. അത് തൃശ്ശൂരില് എന്റെ സുഹൃത്ത് ജയേന്ദ്രൻ പറഞ്ഞത് ഒരു വിചിത്രമായ ഒരു ന്യായമാണ്. കാരണം ക്രോസ് വോട്ടിങ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുന്നണികൾ വോട്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ കോൺഗ്രസ് മത്സരിക്കുന്നത് കൂടുതൽ സീറ്റ് കേന്ദ്രത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പ്രതാപൻ ഇവിടെ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ തോൽപ്പിക്കേണ്ടത് സുരേഷ് ഗോപിയാണ്. കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആര് എന്നൊരു ചോദ്യം ഒക്കെ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഇവിടെ ഒരു UDF മണ്ഡലമായി ലോക്സഭയിൽ UDF മണ്ഡലമായി കണക്കാക്കപ്പെടുന്നു എന്നൊരു ചിന്ത പണ്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി. കാരണം കഴിഞ്ഞ തവണ 93,000 വോട്ടാണ് UDF പ്രതാപനക്ക് ലഭിച്ചത്. അപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ 2ാം വട്ടത്തെ വരവിൽ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ LDF UDF തമ്മിലുള്ള മത്സരമാണ്. അത് കടുത്ത മത്സരം തന്നെയായിരിക്കും, സംശയമൊന്നുമില്ല. കോട്ടയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവിടെ CPM-ഉം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമാണോ, പ്രത്യേകിച്ച് പാലാ ഭാഗത്തൊക്കെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആ ഒരു കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ അതായിക്കോട്ടെ, വാസവനെ പരാജയപ്പെടുത്തിയത് മാത്രമല്ല, അവിടെ ചാഴികാടനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടില്ലേ റബ്ബർ കർഷകർക്കിടയിൽ? അപ്പൊ അത് മാത്രമല്ല, അവിടെ ഫ്രാൻസിസ് ജോർജ് നിങ്ങൾ ആലോചിച്ചു, ഒരു വളരെ സൗമ്യനായ ഒരു രാഷ്ട്രീയക്കാരൻ. സൗമ്യൻ തന്നെയാണ് തോമസ് ചാഴികാടന്, സംശയമൊന്നുമില്ല. പക്ഷെ നല്ലൊരു സ്ഥാനാർത്ഥിയെ അവിടെ UDF-ന് അവതരിപ്പിക്കാൻ പറ്റുന്നത് ഫ്രാൻസിസ് ജോർജിനാണ്, യാതൊരു സംശയമില്ല, മറ്റാരേക്കാളും. കാരണം കേരള കോൺഗ്രസിന്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഫ്രാൻസിസ് ജോർജിന് വലിയൊരു അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കോട്ടയത്ത് കോൺഗ്രസ്സുകാരാണ് കൂടുതൽ. അത് കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പ് മത്സരിക്കുമ്പോൾ അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒന്നും പറയാനില്ല. കാരണം പാലായിൽ തെളിഞ്ഞാണുള്ളത്. പാലായിൽ മാണി സി കാപ്പൻ ജയിച്ചത് കോൺഗ്രസ് വോട്ട് കൊണ്ടാണ്. അത് കോൺഗ്രസ് മണ്ഡലമാണ്. അത് പഴയ കാലത്ത് മാണി സാറിന് വേണ്ടി മാറിക്കൊടുത്തു പോയതാണ്. അവിടെ എബ്രഹാം സാറും ചാണ്ടി സാറും ഒക്കെ ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അതുപോലെ കോട്ടയത്തിൽ കോൺഗ്രസ് മണ്ഡലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ജയിച്ചതൊക്കെ രമേശ് ചെന്നിത്തലയൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു കോൺഗ്രസ് മണ്ഡലമായതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തോമസ് ചാഴികാടൻ ഒരു മാർക്സിസ്റ്റ് കേരള കോൺഗ്രസ് മാണി ഒരു മുന്നണി എന്ന നിലയ്ക്ക് കിട്ടാവുന്ന വോട്ടുകളുടെ എണ്ണം വളരെ പരിമിതമായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൊത്തത്തിൽ കേരളത്തിലെ LDF വിരുദ്ധ മനോഭാവം കൊണ്ട് UDF-ന് അനുകൂലമാണ്. പിന്നെ കോൺഗ്രസ്സുകാരുടെ ഒരു കാര്യമുണ്ട്, അവർ ഈ അവസാന നിമിഷമാണ് എല്ലാവരും രംഗത്തിറങ്ങുക. ബൂത്ത് തലത്തിൽ പോയിട്ട് വോട്ടുകൾ ക്യാൻവാസ് ചെയ്ത് വോട്ട് കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചില്ലെങ്കിൽ എത്ര പ്രഗത്ഭന രാഷ്ട്രീയ സാഹചര്യം അനുകൂലമായാലും തോറ്റുപോകും. ആ സംശയമില്ലാത്ത കാര്യമാണ്. അതൊരിക്കലും UDF അക്കാര്യത്തിൽ പണ്ടൊന്നും ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല. പക്ഷേ തൃക്കാക്കര പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അത് കണ്ടു. അത് തുടരുകയാണെങ്കിൽ UDF-ന് വലിയ മെച്ചം കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല്.
ശരി, തീർച്ചയായും വളരെ നന്ദി ശ്രീ എൻ ശ്രീകുമാർ. ഒപ്പം ശ്രീ എം ജയചന്ദ്രൻ. നമ്മൾ ചില മണ്ഡലങ്ങളിലെ സൂചനകൾ മാത്രമാണ് ചർച്ച ചെയ്യുക. വരും ദിവസങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള ചർച്ചകളൊക്കെ വിപുലമായി വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. ഈ ചർച്ച പൂർണ്ണമാവുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.